നമസ്കാരം. ഇന്നലെ മിക്ക മാർക്കറ്റുകൾക്കും ന്യൂ ഇയർ പ്രമാണിച്ച് അവധിയാണ്. ഇന്നും ഏഷ്യൻ മാർക്കറ്റുകൾ, ചൈന, ജപ്പാൻ എന്നീ മാർക്കറ്റുകൾക്ക് അവധിയാണ്. യുഎസ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോസിറ്റീവായിട്ടാണ് ട്രേഡ് നടക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റും ഇന്ന് ട്രേഡ് നടക്കുന്നുണ്ട്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് മിക്സഡ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്നലെ മാർക്കറ്റിലെ ഓട്ടോ സെയിൽസിന്റെ ഡേറ്റ വന്നു. വളരെ മികച്ച ഫിഗറാണ് ഓട്ടോ സെയിൽസ് ഡേറ്റ വന്നത്. അത് മിക്ക കമ്പനികളുടെയും ഏതാണ്ട് 6.6%. ഹുണ്ടായി ആണ് ഏറ്റവും കുറവ് കാണിച്ചിരിക്കുന്നത്. ബാക്കി ഏതാണ്ട് 67% വരെയുള്ള സെയിൽസ് ഗ്രോത്ത് ആണ് കമ്പനികൾ എല്ലാം കാണിച്ചിരിക്കുന്നത്. പാസഞ്ചർ വെഹിക്കിളിന്റെ കാര്യത്തിൽ റെക്കോർഡ് സെയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരുപക്ഷെ GST റിഡക്ഷൻ ഒക്കെ ആയിരിക്കാം ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇത് പ്രൈവറ്റ് കൺസംഷൻ കൂടുന്നതായിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് GST കളക്ഷൻ ഏതാണ്ട് 1.74 lakh crore rupees ആണ്. 6.1% ആണ് ഇത് വർദ്ധിച്ചത്. ഇതും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ന്യൂസ് ആണ്. മറ്റൊന്ന് ITC ആണ്. ITCക്ക് ഫെബ്രുവരി 1 തൊട്ട് ഡ്യൂട്ടി കൂട്ടിയതായിട്ടുള്ള വാർത്തകൾ കണ്ടിട്ടുണ്ടാവും. 40% GST കൂടാതെയാണ് ഈ ടാക്സ് വരുന്നത്. ഇത് കൂടാതെ തന്നെ നുവാമ അവരുടെ ITCയുടെ ടാർഗറ്റ് വീണ്ടും ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിന്റെ ബൈ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് ITC ഇതിനകത്ത് കൂടാതെ FMCG സെക്ടറുകളിൽ ഒരു സെല്ലിംഗ് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. മറ്റൊന്ന് ബാങ്കുകളുടെ ഗൈഡൻസ് പുറത്തു വരുന്നു. പ്രധാനമായിട്ടും സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്കുമാണ് ഗൈഡൻസ് പുറത്തുവിട്ട. വളരെ മികച്ച രീതിയിലുള്ള ഗൈഡൻസ് ആണ് രണ്ട് ബാങ്കുകളുടെയും പുറത്തു വന്നത്. അപ്പം ബാങ്കിങ് സ്റ്റോക്ക് നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഇനി മറ്റൊന്ന് ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റകൾ ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് PMI ഡേറ്റയാണ്. അത് 10:30 വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ തന്നെ UK, ജർമ്മനി, US എന്നിവയുടെ എല്ലാം പർച്ചേസ് PMI ഡേറ്റ ഇന്ന് പുറത്തു വരുന്നതാണ്. അതുപോലെ ഇന്ത്യയുടെ ബാങ്കിങ് ക്രെഡിറ്റ് ഗ്രോത്ത് ഡേറ്റയും ഇന്ന് വരുന്നുണ്ട്. മറ്റു ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ സോവറിൻ വെൽത്ത് ഫണ്ട് US-ലേക്ക് $132 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് ഡേറ്റകൾ സൂചിപ്പിക്കുന്നു. പ്രധാനമായിട്ടും എമർജിംഗ് മാർക്കറ്റുകളിൽ നിന്നാണ് ഈ പണം പിൻവലിച്ച് അമേരിക്കൻ മാർക്കറ്റിലേക്ക് പോയേക്കുന്നത്. ഇന്ത്യ, ചൈന, ഇന്തോനേഷ്യ എന്നീ മാർക്കറ്റിലാണ് 28% ഫണ്ടാണ് US-ലേക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊന്ന് ഇന്ത്യയിലെ പവർ കൺസംഷൻ 7% കൂടിയതായിട്ട് ഡേറ്റകൾ കാണിക്കുന്നു. RBI പറയുന്നത് ഇൻഷുറൻസിൽ കമ്മീഷൻ കൂടുതലായതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്താനായിട്ട് ഒരു പ്രധാനപ്പെട്ട തടസ്സമാണെന്ന് പറയുന്നു. സഫയർ ഫുഡും ദേവയാനി ഇന്റർനാഷണൽ തമ്മിൽ മർജ് ചെയ്യുന്നു. മറ്റൊന്ന് ഒല ഇലക്ട്രിക്കൽ 9,020 ന്യൂ വെഹിക്കിൾ രജിസ്ട്രേഷൻ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതൊക്കെയാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ന്യൂസ്. മാർക്കറ്റുകളിലെല്ലാം ഇന്നലെയും വോളിയം കുറവായിരുന്നു. ഒരുപക്ഷെ ഒരു അവധിയുടെ മൂഡിലാണ് ഈ ആഴ്ച മുഴുവൻ പോകാനുള്ള സാധ്യത. അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിൽക്കുക. മാർക്കറ്റ് അത്യാവശ്യം പോസിറ്റീവ് ന്യൂസുകളൊക്കെ ഉണ്ട്. ഗ്ലോബൽ മാർക്കറ്റിലൂടെ പോസിറ്റീവായി വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളാണ് മുമ്പിൽ വരുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ ബഡ്ജറ്റ് റിലേറ്റഡ് ഡിസ്കഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അത് പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യത വളരെ രീതിയിൽ കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിങ്ങിനെ ആശംസിക്കുന്നു. താങ്ക് യു.